അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ്സിലെ തഫ്സീറുൽ ഖുർആൻ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയും അതോടുകൂടെ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേത് നസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർക്കാനാണ്. ദമുൻ ഗലീദുൻ, കട്ടിയുള്ള രക്തം. അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിലുണ്ട്. അലഖ് എന്ന് പറഞ്ഞാൽ ദമുൻ ഗലീദുൻ. പാഠപുസ്തകം കയ്യിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. കഴിയുന്നവർ ശ്രമിക്കുക. അപ്പോൾ അവിടെ കാണാം ദമുൻ ഗലീദുൻ, കട്ടിയുള്ള രക്തം. 2 അവ്വലു മൻ ഖത്ത ബിൽ ഖലം, പേന കൊണ്ട് ആദ്യം എഴുതിയതാരാണ്? ഇദ്രീസ് അലൈഹിസ്സലാം. 3 നസലൽ ഖുർആനു അവ്വലൻ, ഖുർആൻ ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ അലഖിൽ ആദ്യത്തെ 5 ആയത്തുകളാണല്ലോ. അല്ലമൽ ഇൻസാന മാലം യഅലം വരെയുള്ള ആയത്തുകളാണല്ലോ ഫസ്റ്റ് ഇറങ്ങിയത്. ആ 5ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ ആ ഭാഗം പറയുന്നുണ്ട്. വദാലിക ബിഗാരി ഹിറാ, ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ടാണ് ആദ്യം ഖുർആൻ ഇറങ്ങിയത്. അടുത്ത ചോദ്യം, അഷ്ശഅറു തവീലു ഫി മുഖദ്ദമിർ റഅസി, തലയുടെ മുൻഭാഗത്തുള്ള നീളമുള്ള മുടി. അഷ്ശഅറു തവീലു ഫി മുഖദ്ദമിർ റഅസി, അതിനോട് യോജിച്ചത് അന്നാസിയ. ഇജ്തഹിദ് ഫിദ്ദുആ ഫഇദാ ഫറഗ്ത ഫൻസബ്, സൂറത്തു ശറഹിലെ ഫഇദാ ഫറഗ്ത, നിസ്കാരത്തിൽ നിന്ന് നീ വിരമിച്ചാൽ ഫൻസബ്, അവിടെ ദ്വാരക്കാൻ പറയുന്നുണ്ട്. ഇജ്തഹിദ് ഫിദ്ദുആ, ദുആയിൽ പ്രാർത്ഥനയിൽ പരിശ്രമിക്കുക, പ്രാർത്ഥനാ നിരതനാവുക. അപ്പോൾ ഫൻസബിൻ്റെ അർത്ഥമാണ് ഇജ്തഹിദ് ഫിദ്ദുആ. പിന്നെ ഐ മാ തറക്കക, സൂറത്തുൽ ളുഹായിൽ മാ വദ്ദഅക റബ്ബുക, മാ വദ്ദഅക എന്നുള്ളതിൻ്റെ ശറഅാണ്. മാ വദ്ദഅക റബ്ബുക, നബിയെ നിങ്ങളെ റബ്ബ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അതേപോലെ വമാ കല, അതിൻ്റെത് വമാ അബാദക്ക, നിങ്ങളോട് ദേഷ്യപ്പെട്ടു. സൂര്യൻ ഉയർന്ന സമയം അതേതാ? ളുഹ സമയമാണ്. അപ്പോൾ ളുഹാണ് അവിടെ യോജിച്ചത്. അൽ മുഹ്സിനു ഇലൽ മുഅ്മിനീൻ ഫഖത്ത് ഫിൽ ആഖിറ, അത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ റഹ്മാൻ റഹീം എന്നുള്ളതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ചോദിച്ചത് അൽ മുഹ്സിനു ഇലൽ മുഅ്മിനീന ഫഖത്ത് ഫിൽ ആഖിറ, അപ്പോൾ റഹീമാണ്. ഇനി റഹ്മാനാണ് വരുന്നതെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്യുക. അൽ മുഹ്സിനു ഇലൽ ബിരി വൽ ഫാജിരി, അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ, അതാണ് റഹ്മാൻ. ഇവിടെ ചോദിച്ചത് മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്, അത് റഹീം. നസിലു അത്തഫാസിറ ഇലൽ ആയാത്തി, ആയത്തുകൾക്ക് തഫ്സീർ കൊടുക്കാനാണ്. അതും ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ട്, അപ്പോൾ നോക്കി എഴുതുക. ഒന്നാമത്തത് വമാ ഖല, നേരത്തെ പറഞ്ഞു സൂറത്തുൽ ളുഹയിലെ വമാ ഖല, അതിൻ്റെത് മാ അബ്ഗലക. പിന്നെ വത്തൂരി സീനീൻ, സൂറത്തു തീൻ വത്തൂരി സീനീൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം ഹുവ ജബലുൻ അദീമുൻ, അത് വലിയൊരു മലയാണ്. പിന്നെ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ? അതിൻ്റെ വിശദീകരണം ഹുവ അഖ്ദൽ ഖാദി, ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവാണ്. അപ്പോൾ അഹ്കമിൽ ഹാക്കിമീൻ അതിൻ്റെ തഫ്സീറിൽ അഖ്ദൽ ഖാദി, സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ മതി. മാലിക് യൗമിദ്ദീൻ, അതിൻ്റെ യൗമുൽ ജസാ, പ്രതിഫലം നൽകുന്ന ദിവസം, അതേതാ? യൗമുൽ ഖിയാമ. ഇനി യൗമുൽ ജസാ ഏതാ വെച്ചാൽ യൗമുൽ ഖിയാമ. മാലിക് യൗമിദ്ദീൻ, അവിടുത്തെ യൗമുദ്ദീൻ ഏതാണ്? യൗമുൽ ജസാ. പിന്നെ അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല, നിസ്കരിക്കുന്ന അടിമയെ തടഞ്ഞൊരാളുണ്ട്. ആരാ? ഹുവ അബൂജഹൽ, നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ തടഞ്ഞല്ലോ അബൂജഹൽ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ആ ടീം ഏതാണ്? അവരാരാണ്? യഹൂദികളാണ്. ബ്രാക്കറ്റിലുണ്ട് വഹും അൽ യഹൂദ്. ഇനി വലദ്ദാല്ലീൻ എന്നാണെങ്കിലോ അപ്പോൾ ഹും അന്നസാറ, ഹുമുൻ നസാറ,
അടുത്ത ചോദ്യമാണ് നുജീബു, ഉത്തരം കൊടുക്കാനാണ്. അന്നാസു അല അർബഅത്തി അഖ്സാമിൻ, ജനങ്ങൾ 4 വിഭാഗമുണ്ട്. മിൻഹ ഇസ്നൈനി, 2 എഴുതാനാണ്. നമുക്ക് 4 പഠിക്കുക. ഒന്ന് അഹ്ലു ത്വാഅത്തിൽ അവനിയ, സൂറത്തുൽ ളുഹയിലെ പാഠത്തിന്റെ ലാസ്റ്റ് ഭാഗം മുലാഹിള എന്നൊരു നോട്ട് കാണാം. അഹ്ലു ത്വാഅത്തിൽ അവനിയ, അള്ളാഹുവിന് വഴിപ്പെടുന്ന സമ്പന്നർ, അവർക്ക് ഖൈറും ഫിദ്ദാറൈ, 2 വീട്ടിലും ഖൈറാണ്. രണ്ടാമത്തെ വിഭാഗം അൽ ഫുഖറാ ഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ഫുഖറാ, ഫക്കീർമാർ, അവർക്ക് ഷർറും ഫിദ്ദുന്യ, ദുന്യാവിൽ കുറച്ച് പ്രയാസമാണ്, ഖൈറും ഫിൽ ആഖിറ, ആഖിറത്തിൽ ഖൈറാണ്. എന്നാൽ അൽ കഫറത്തുൽ ഫുഖറാ, അൽ കഫറത്തുൽ ഫുഖറാ മൂന്നാമത്തെ വിഭാഗം. 4 അൽ കഫറത്തുൽ അവനിയ, അവിശ്വാസികളായ സമ്പന്നർ. മാതാ ഫഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ നസലത്ത് സൂറത്തുൽ ളുഹ, സൂറത്തുൽ ളുഹ ഇറങ്ങിയപ്പോൾ നബി എന്ത് ചെയ്തു? കബ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറ, അവസാനത്തിൽ നബി തങ്ങൾ തക്ബീർ ചൊല്ലി. അതുകൊണ്ട് സൂറത്തുൽ ളുഹന്റെ അവസാനത്തിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. പിന്നെ തഹമ്മല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദൻ കസീറൻ മുൻദു സിഗരിഹി, നബി തങ്ങൾ ചെറുപ്പം മുതലേ ധാരാളം പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? സൂറത്തു ഷറഹിലെ ഇന്നമാൽ ഉസ്രി യുസ്ര എന്നതിന്റെ ഷറഹിൽ കാണാം, അക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം തഹമ്മിലൻ അദൻ കസീറ മുൻദു സിഗരി മിനൽ യത്മി വൽ ഫഖരി വത്തഗ്ദീബി വൽ ഇഖ്റാജി വൽ ഖിതാലി, അനാഥനായിരുന്നു, ദരിദ്രനായിരുന്നു, ഒരുപാട് ആളുകൾ കളവാക്കി, പുറത്താക്കപ്പെട്ടു, യുദ്ധം തുടങ്ങിയ ധാരാളം ബുദ്ധിമുട്ടുകൾ ചെറുപ്പം മുതലേ സഹിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാദാ യഖൂലു മൻ ഖറഅ വത്തീനി ഇലാ ആഖിരിഹ, വത്തീനി സൂറത്ത് അവസാനം വരെ ഓതിയാൽ എന്താ പറയേണ്ടതെന്നാ ചോദ്യം. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ബലാ വ അനാ അലാ ദാലിക മിനശ് ഷാഹിദീൻ. സൂറത്ത് തീൻ ഓതിക്കഴിഞ്ഞാൽ ഇത് പറയണം, ബലാ വ അനാ അലാ ദാലിക മിനശ് ഷാഹിദീൻ. ഇനി നുഫസ്സിറു ബിൽ അറബിയ, അറബിയിൽ തഫ്സീർ എഴുതാനാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അർഷദ്നാ ഇല ത്വരീഖിൽ മുസ്തഖീം എന്ന് കൊടുക്കണം. രണ്ടാമത്തത് വവജദക ളാല്ലൻ ഫഹദ, ളാല്ലൻ വവജദക ളാല്ലൻ, ളാല്ലൻ ഖാലിയൻ മിനശ് ശരീഅത്തി, ഖാലിയൻ മിനശ് ശരീഅത്തി, ളാല്ലൻ എന്നതിന്. പിന്നെ ഫഹദ ഹദാക ഇല ശരീഅത്തി ബിഇൻസാലിഹ ഇലൈക. അടുത്തത് ഇഖ്റഅ വറബ്ബുകൽ അക്രം, ഇഖ്റഅ ലിതബ്ലീഗി വതഅലീമിൽ ഉമ്മത്തി. പിന്നെ വറബ്ബുകൽ അക്രം അല്ലദീ ലാ യുസാവീഹി കരീമുൻ. പിന്നെ നുബയ്യിനു അദദൽ ആയാത്തി, ആയത്തുകളുടെ എണ്ണം വ്യക്തമാക്കാൻ. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്താണ്? സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണ്. സൂറത്തുൽ ളുഹ എത്ര ആയത്താ? 11 ആയത്ത്. സൂറത്തു ഷറഹിലോ 8 ആയാത്തിൻ. സൂറത്തു തീൻ അതിലും 8 ആയത്താണ്. സൂറത്തുൽ അലഖ് 19 ആയത്താണ്. സൂറത്തുൽ ഖദറിൽ നമ്മൾ ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്കുള്ള ഭാഗമാണ്. സൂറത്തുൽ ഖദറിൽ 5 ആയത്തുകളാണ്. സൂറത്തുൽ ഖദറിൽ ഒരു ചോദ്യം, ഉൻസിലൽ ഖുർആൻ ജുംലത്തും വാഹിദ ഇലാമ, ഖുർആൻ ഒറ്റത്തവണയായിട്ട് എവിടേക്കാണ് ഇറങ്ങിയത്? ഇലാ ബൈത്തുൽ ഇസ്സ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറങ്ങിയത് ബൈത്തുൽ ഇസ്സയിലേക്കാണ്. അപ്പോൾ മിനൽ ലൗഹുൽ മഹ്ഫൂദി ഇലാ ബൈത്തുൽ ഇസ്സ, ബൈത്തുൽ ഇസ്സയാണ് ഉത്തരം. ഈ ബൈത്തുൽ ഇസ്സ എവിടെ വെച്ചാൽ സമാഇദ് ദുനിയ. ഫി അയ്യി സമാഇൻ ബൈത്തുൽ ഇസ്സ, ബൈത്തുൽ ഇസ്സ ഏത് ആകാശത്തിലാണ്? സമാഇദ് ദുനിയ, ദുന്യാവിൻ്റെ ആകാശത്തിൽ, അഥവാ 1ാം ആകാശത്തിൽ. മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് ചോദിച്ചാൽ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവാണ്. തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹ, ആ രാവിലെ മലക്കുകളും
റൂഹും ഇറങ്ങും. എന്താ റൂഹ്? മൽ മുറാദു ബിർ റൂഹി, ഇവിടുത്തെ റൂഹ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അവിടെ ജിബിരീലാട്ടോ, ജിബിരീൽ അലൈഹിസ്സലാം ഇറങ്ങും. ബിമാ ശറഹല്ലാഹു സദറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നബിയുടെ ഹൃദയത്തെ വിശാലമാക്കിയത് എന്തുകൊണ്ടാണ്? ബിൻ നബുവത്തി ഗൈരിഹ, നബുവത്ത് കൊണ്ടും അല്ലാത്തത് കൊണ്ടും. റഫ അല്ലാഹു ദിക്റഹു, അള്ളാഹു നബിയുടെ ദിക്റിനെ ഉയർത്തി. ബിമാ, എന്തുകൊണ്ട്? ബി അൻ തുദ്കറ മഅ ദിക്രി, അള്ളാഹുവിൻ്റെ പേര് പറയലോടുകൂടെ നബിയുടെ പേര് പറയൽ കൊണ്ട്. അതെവിടേക്കാണ്? ഫിൽ അദാനി വൽ ഇഖാമത്തി വത്തശഹുദി വൽ ഖുതുബത്തി ഗൈരിഹ, ബാങ്കിൽ, ഇഖാമത്തിൽ, അത്തഹിയാത്തിൽ, ഖുതുബയിലൊക്കെ അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ നബിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. വത്തീൻ വസ്സൈത്തുൻ, തീൻ എന്നാൽ എന്ത്? സമറത്തുൻ ഷജറത്തിൻ മഷ്ഹൂറത്തിൻ തുസ്റഉ വതുഅക്കലു സിമാറുഹു, അതിൻ്റെ ഫലം തിന്നപ്പെടുകയും കൃഷി ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മരത്തിൻ്റെ പഴമാണ് തീൻ. അടുത്ത ചോദ്യം, അസ്സൈത്തൂൻ മാഹുവ, സൈത്തൂൻ പറഞ്ഞാലോ? സമറത്തു ഷജരിൻ മുസ്മിരിൻ സൈത്തീൻ തുഅക്കലു സിമാറുഹു, ഒലീവ് മരത്തിൽ നിന്നുണ്ടാകുന്ന ഭക്ഷ്യയോഗ്യമായൊരു ഫലമാണ്. ഫായിദത്തു അക്കലി സമരിത്തീൻ, അത്തിപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്? അത്തിപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ, തുകല്ലിലുൽ ബൽഹമ, കഫത്തെ കുറക്കും, കഫം കുറയും. വതുതഹിറുൽ കില്യത്തൈനി, 2 കിഡ്നിയെ ശുദ്ധീകരിക്കും. വതസീലു മാ ഫിൽ മസാനത്തി മിന റംലി, മൂത്രക്കല്ലിനെ നീക്കും. വതുഖ്തഉൽ ബവാസീർ, മൂലക്കുരു ഇല്ലാതെയാക്കും. അപ്പോൾ ഇതൊക്കെ അത്തിപ്പഴം കഴിച്ചാലുള്ള ഫലങ്ങളാണ്. മിമ്മ ഖുലിഖൽ ഇൻസാൻ, മനുഷ്യനെ പടക്കപ്പെട്ടു എന്തിൽ നിന്ന്? മിൻ അലഖ്. അലാമാത്തു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട്. ഖില്ലത്തു നബിഹിൽ കിലാബ്, നായയുടെ കുരക്കൽ കുറയും. തുലൂഇ ശംസി യൗമിഹ സാഫിയത്തുൻ നഖിയ്യ, ലൈലത്തുൽ ഖദറിൻ്റെ പകലിൽ തെളിഞ്ഞ ശോഭയോടെ സൂര്യൻ ഉദിക്കും. ഇനി സൂറത്തുൽ ബയ്യിന, മൻഹും ഷർറുൽ ബരിയ, സൃഷ്ടികളിൽ ഷർറായവർ ആരെന്ന ചോദ്യം. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ഷർറുൽ ബരിയ ഹും ഖൈറുൽ ബരിയ മൻഹും, സൃഷ്ടികളിൽ ഖൈറായവർ ആര്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരാണ് സൃഷ്ടികളിൽ ഖൈറായവർ. ഒരു ചോദ്യമാണ്, അദദു ഫിറഖിൽ യഹൂദി കം ഹിയ, ജൂതന്മാർ എത്ര വിഭാഗമാണ്? ഇഹ്ദാ വസബഈന, 71 വിഭാഗമായി. അതുപോലെ അദദു ഫിറഖിൻ നസാറ, അവരോ അലസ്നതൈനി വസബഈൻ, 72 ഫിറഖത്തായി. യഖ്തലഫു അലസ്നതൈനി വസബഈന ഫിറഖത്തൻ, 72 വിഭാഗമായി നസ്റാണികൾ, നസ്സാറാക്കൾ. അൻഹാറുൽ ജന്നത്തിൽ അർബ, 4 നെഹറുകൾ ഏതൊക്കെയാണ്? മൃഗത്തിലെ 4 പുഴകൾ ഏതൊക്കെയാണ്? നെഹ്റും മിനൽ ഹംർ, കള്ളിനാലുള്ള പുഴ. മാ, വെള്ളത്തിനാലുള്ള പുഴ. നെഹ്റും മിനൽ അസ്ൽ, തേനിനാലുള്ള പുഴ. ലബൻ, നെഹ്റും മിനൽ ലബൻ, പാലിനാലുള്ളത്. കള്ളിൻ്റെ പുഴ, വെള്ളത്തിൻ്റെ പുഴ, തേനിൻ്റെ പുഴ, പാലിൻ്റെ പുഴ. സൂറത്തു സൽസല, മാദാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൂറത്തു സൽസല, സൂറത്തു സൽസലയെ കുറിച്ച് നബി തങ്ങൾ എന്തു പറഞ്ഞു? ഇദാ സുൽസിലത്തി തഅദിലു നിസ്ഫൽ ഖുർആൻ, ഖുർആനിൻ്റെ പകുതിയോട് സമമാകുന്നു. അസ്കാലുൽ അർദ്, ഭൂമിയുടെ ഭാരങ്ങൾ എന്തൊക്കെയാണ്? നിധികളും, ഭൂമിയിലെ നിധികൾ, മരിച്ചവരൊക്കെയാണ് ഭൂമിയിലെ ഭാരങ്ങൾ. ബിമാദാ തുഖ്ബിറുൽ അർദു, ഭൂമി എന്തുകൊണ്ട് സംസാരിക്കും? തുഖ്ബിറുൽ അർദു
ബിമാ അമില അലൈഹാ മിൻ ഖൈരിൻ വശർരിൻ. ഭൂമിയുടെ മേൽ പ്രവർത്തിച്ച നന്മയും തിന്മയും കൊണ്ട് ഭൂമി സംസാരിക്കും. കൈഫ ഔഹല്ലാഹു ഇലൽ അർദി, ഭൂമിയിലേക്ക് അല്ലാഹു വഹി അറിയിക്കൽ എങ്ങനെയാണ്? ബി ഇൽഹാമിൻ ഔ റസൂലിൻ മിനൽ മലായിക, തോന്നിപ്പിക്കൽ കൊണ്ട് അല്ലെങ്കിൽ മലക്കുകളിൽ നിന്നുള്ള ഒരു ദൂതനെ അയക്കൽ കൊണ്ട്. മത്താ തുഹദ്ദിസുൽ അർദു അഖ്ബാറഹ, ഭൂമി എപ്പോഴാണ് അതിൻ്റെ വർത്തമാനങ്ങൾ പറയുക? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ. സൂറത്തുൽ ആദിയാത്തിൽ അൽ ആദിയാത്ത് മാഹിയ, ആദിയാത്ത് എന്നാൽ എന്ത്? അൽ ഖുയൂലുല്ലത്തി തസ്റഉ ഫിൽ കർരി അലൽ അദുവി, ശത്രുവിൻ്റെ മേലെ ആക്രമണം നടത്തുന്നതിൽ കുതിച്ചോടുന്ന കുതിര. അൽ മൂരിയാത്ത് മാഹിയ, അതിൻ്റെ ഉത്തരം അൽ മൂരിയാത്ത്. അൽ ഖുയൂലുല്ലത്തി തൂരി നാറൻ, തീപ്പൊരി പാറിപ്പിക്കുന്ന കുതിര. കുതിര അതിൻ്റെ കുളമ്പിനെ പാറയിൽ ഉരസൽ കൊണ്ട് തീ പുറപ്പെടും, അതുകൊണ്ടാണ് തീപ്പൊരി പാറിപ്പിക്കുന്ന കുതിര. അൽ മുഗീറാത്ത് മാഹിയ, മുഗീറാത്ത് എന്താ? അൽ ഖുയൂലുല്ലത്തി തുഗീറു അലൽ അദുവി, ശത്രുവിൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിടുന്ന കുതിര. മാ ഫിസ് സുദൂരി മാഹുവ, ഹൃദയത്തിലുള്ളത് എന്താണെന്ന ചോദ്യം. കുഫർ, ഈമാൻ. ഇൻഷാ അല്ലാഹ് പാഠഭാഗങ്ങളിലെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും എത്താത്ത ഭാഗങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.